ഹലോ, ഞാൻ ധന്യ. ഞങ്ങളിപ്പോൾ ഒരു ചാലഞ്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ പ്ലാൻ ചെയ്തു ഞങ്ങളിങ്ങനെ ബുക്കും പേപ്പറും ഈ എന്തെങ്കിലും റൈറ്റിംഗ് റിലേറ്റഡ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, മനസ്സിൽ തോന്നിയത്. പക്ഷേ എന്താ ചാലഞ്ച് എന്നൊന്നും ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഞങ്ങൾ എന്താ ഡിസ്കസ് ചെയ്തിട്ട് ഏത് ചാലഞ്ചിലേക്ക് വരണം. റൈറ്റിംഗ് ചാലഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ വേണമെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ എന്നിട്ട് പറയാം. അപ്പോൾ ബേബി ഏത് രീതിയിൽ വേണം? ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം. നമ്മളിപ്പം ആദ്യമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. അത് എല്ലാവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തുടങ്ങും. അത് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ തുടങ്ങും. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം പറയാം. സ്പെല്ലിംഗ് റിലേറ്റഡ് ആണ് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് അറിയാം, എഴുതാൻ അറിയാം, എല്ലാം അറിയായിരിക്കും. പക്ഷേ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ടാർഗറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലെറ്റർ വേർഡ്സ് എഴുതുക. അപ്പോൾ ഇന്ന സമയത്തിനുള്ളിൽ ടൈമർ നമുക്ക് ടൈമർ ഫോണിൽ ടൈമർ സെറ്റ് ചെയ്യാം. ആ ഫോൺ ഞാൻ അറിയാതെ ഇവിടെ വെച്ചതാണ്, മാറ്റി വെച്ചത്. പക്ഷേ ടൈമർ നമുക്ക് ഫോണിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ടൈമർ വെച്ചിട്ടൊരു എന്ത് കാര്യം നമുക്ക് എത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ടൈമർ ഫിക്സ് ചെയ്ത് സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും നമ്മൾ നെർവസ് ആകും, തെറ്റിക്കാനുള്ള ചാൻസസ് എന്തായാലും കൂടുതലായിരിക്കും. ഈസ് ഇറ്റ് ട്രൂ? അപ്പോൾ അത് ഒരു ചാലഞ്ചായിട്ട് എടുക്കാൻ നമുക്ക്. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 1 മിനിറ്റ് ആണെങ്കിൽ, ഇപ്പം നിങ്ങൾ മിനിറ്റ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാം. 1 മിനിറ്റിലാണ് 2 മിനിറ്റ്. അപ്പോൾ 2 മിനിറ്റ്സിൽ എത്ര വേർഡ്സ്? ഒരു വേർഡ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരു പർട്ടിക്കുലർ വേർഡ്സ്, ഇപ്പോൾ ആനിമൽസിന്റെ പേര് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലവർ, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട. നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് വേർഡ്സ് തന്നെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്. ഇപ്പൊ നമുക്ക് ഇത്രയും വലിയൊരു പേപ്പറാണ്, സ്പൈറൽ റൈറ്റിംഗ് പേപ്പറാണ്, 2 സൈഡ്സ്. എന്റെ സജഷൻ ആണ്, ഇത് എടുക്കണമെന്നല്ല, 2 സൈഡ്സ്. നമുക്ക് എത്ര വേണമെങ്കിലും ഇതിനെ ഡിവൈഡ് ചെയ്യാം, എത്ര വേണമെങ്കിലും ലൈൻസിൽ ഡിവൈഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. എന്നിട്ട് വി നീഡ് ടു റൈറ്റ് ഇൻ ഈച്ച് കോളം എ വേർഡ്. എന്നിട്ട് എത്ര വേർഡ്സ് നമ്മൾ കൂടുതൽ എഴുതുന്നോ ദാറ്റ് പേഴ്സൺ ഈച്ച് കോളം എങ്ങനെ വേണമെങ്കിലും എഴുതാം. ബട്ട് നമ്പർ കൗണ്ട് ചെയ്യാൻ ഈസി ആവുന്ന വിധത്തിൽ എഴുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ ഞാൻ വേറൊരു കണ്ടീഷൻ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം. ഞാൻ വേറൊരു കണ്ടീഷൻ പറയാം. ഒരു ഫിക്സ്ഡ് നമ്പേഴ്സ് ഓഫ് ലെറ്റേഴ്സ് ആയിരിക്കണം, ഫിക്സ്ഡ് നമ്പർ ഓഫ് വേർഡ് ആയിരിക്കണം. അതായത് ഇപ്പോൾ 5 ലെറ്റർ ആണ് ഒരു വേർഡിലുണ്ടെങ്കിൽ 5 ലെറ്റർ വേർഡ് ഫിക്സ് ചെയ്യണം. അങ്ങനല്ല, 3 ലെറ്റർ കൂടുതലുള്ള ഏത് വേർഡ് വേണമെങ്കിലും എഴുതാം. ഇല്ല, 3 ലെറ്റർ കൂടുതലുള്ള ഈസി വേർഡ്സ് ആണ്. 5 ലെറ്റർ വേർഡ് ആയിരിക്കണം, എന്നാലേ സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം. ഓക്കേ, 5 ലെറ്ററിൽ കൂടുതലുള്ള ഏത് വേർഡ് ആണെങ്കിലും എഴുതാം. 5 ലെറ്റർ വേർഡ് അല്ല, 5 ലെറ്റർ കൂടുതൽ, 5 ലെറ്റർ ഓർ മോർ വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അത് എഗ്രി ആണോ? 5 ലെറ്റർ കൂടുതലായിരിക്കണം. കാരണം നമ്മളിപ്പം 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എത്ര ലെറ്റർ വേണമെങ്കിലും എഴുതാൻ പറ്റും. അപ്പോൾ അതൊരു ചാലഞ്ച് ആയിട്ട് വരത്തില്ല. അപ്പോൾ നമുക്കൊരു സ്പെല്ലിംഗ് ചാലഞ്ച് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം, അല്ലേ? ഒരു സ്പെല്ലിംഗ് ബി ചാലഞ്ച് എന്ന്. സ്പെല്ലിംഗ് കറക്റ്റ് അല്ലെങ്കിൽ ആ വേർഡ് കൗണ്ട് ചെയ്തില്ല, അതുകൊണ്ടാണ് നമ്മൾ സ്പെല്ലിംഗ് ബി ചാലഞ്ച് എന്ന് പറയാം. കാരണം ഒരു കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ കറക്റ്റ് സ്പെല്ലിങ്ങോടുകൂടി 5 ലെറ്റേഴ്സിൽ കൂടുതലുള്ള വാക്കുകൾ എത്ര മാത്രം കൂടുതൽ ഒരു പേഴ്സൺ എഴുതുന്നോ അയാളാണ് ഇന്നത്തെ നമ്മുടെ വിന്നർ. അപ്പം അതാരാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എത്ര നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ടൈം തരുമ്പോൾ നമ്മൾ പാനിക് ആകും, സ്പെല്ലിങ് തെറ്റാനുള്ള ചാൻസസ് കൂടും. ആർക്കും ഇത് പഠിച്ചു വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ചാൻസ് കൂടും. അതുകൊണ്ട് ഇപ്പൊ ആർക്കാണോ മാർക്ക് കുറവല്ലേ കൂടുതൽ, അവരാരും ഫെയിലിയറോ അല്ലെങ്കിൽ അറിയാത്തവരോ ആയിരിക്കത്തില്ല. ടൈം വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിക്കും. അപ്പൊ തെറ്റാതെ എഴുതുന്നവരാണ് വിന്നർ ആകുന്നത്. അത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളവരായിരിക്കും. തെറ്റാതെ ഫാസ്റ്റ് ആയിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നെങ്കിൽ അവരായിരിക്കും വിന്നർ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ആണല്ലോ? എനിക്ക് ഓക്കെയാണ്. ഞങ്ങൾ ആരും പ്രിപ്പയർഡ് ഒന്നുമല്ല, ഒട്ടും പ്രിപ്പയർഡ് അല്ല, 100% ഫെയർ ആണ്. അപ്പോൾ നമുക്ക് കാരണം ഫെയർ ആണെന്നുള്ളത് ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇത്ര ഒരു നമ്പറിന് ഫിക്സ് ചെയ്യണമെന്ന് ഞാൻ അതാണ് പറയാൻ കാരണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇംഗ്ലീഷ് വേർഡ്സ് ആണ്, മലയാളമല്ല. മലയാളം നമുക്ക് വേറെ ദിവസം വെക്കും, കാരണം എനിക്ക് ചാൻസസ് കൂടുതലുള്ളത്, എനിക്ക് ചാൻസ് കൂടുതൽ കിട്ടുന്നത് വേണം. അപ്പോൾ ടൈം എങ്ങനെയാ ടൈം സെറ്റ് ചെയ്യുന്നത്? സിരിയോട് പറയട്ടെ, ടൈമർ വെക്കണം, സിരിയോട് പറയണം. അപ്പോൾ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാനായിട്ട് സിരിയോട് പറയാം. ഹേയ് സിരി, പ്ലീസ് സെറ്റ് ടൈമർ ഫോർ 2 minutes. അയ്യോ, ഓൺ ആയി ഓൾറെഡി.
അങ്ങനെ പറ്റത്തില്ല. നമുക്കപ്പോ സിരിയോട് പറയണം ഞാൻ ഓണാക്കാം. അലാം വെക്കാം. ഒരിക്കലും പറ്റത്തില്ല. ബേബി സെറ്റ് ചെയ്യും, ടൈമർ ബേബി സെറ്റ് ചെയ്യും. ബിക്കോസ് സിരിയോട് പറയുമ്പോൾ ആ ഒരു സെക്കൻഡ് തൊട്ട് തന്നെ ഓൺ ആവുക. അപ്പൊ അത് നമുക്ക് പറ്റില്ല. ഞാൻ ടൈമർ സെറ്റ് ചെയ്യും. അപ്പൊ ബേബി ഇവിടെ ടൈമർ സെറ്റ് ചെയ്യുവാണ്. ടൈമർ 2 minutes. അലാം ചെയ്തോളൂ. 2 minutes കഴിഞ്ഞിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇത് കേൾക്കും അല്ല വേണ്ട ഇതില്ല. ഓക്കെ ഇത് 2 minutes കഴിയുമ്പോ ഇപ്പൊ ഓൾറെഡി ആയോ? ഓണാക്കിയോ? സ്റ്റാർട്ട് കൊടുത്തോ? ഇല്ല, സ്റ്റാർട്ട് ചെയ്യാൻ കൊടുക്കാൻ പോവാണ്. ഓക്കെ, എല്ലാവരും റെഡി? ഗെറ്റ് 1 2 ഫോൺ എടുത്ത് 3 ഗോ. 5 letter more words. ലൈൻ പിന്നിട്ടാ മതി, ഒരു ലൈൻ കഴിയും. നമ്പർ ഇടണോ? വേണ്ട നമ്പർ ഇടും. Oh my God. എനിക്ക് കുറച്ച് വേണം കിട്ടിയുള്ളൂ. അയ്യോ, സ്റ്റോപ്പ് ചെയ്തോ. നമ്പേഴ്സ് ആദ്യം ഇടും കേട്ടോ. 6 7 8 9 10 11 12 13. I am the loser. 16. You cut 16? No. I erased it. No, I erased. I won't. Eh? I erased it. You did not get that word. You 1 erased 2 it. 3 4 5 6 words are there. But you erased, right? No, I erased the line. The line of T. Okay. The line of T went wrong, so I erased the line. No You problem. can't get. I will get. You will get that for that. You will get marks for that. Yeah. But the problem is spelling. Yeah. സ്പെല്ലിംഗ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ 13 വേർഡാണ്, മിക്കവാറും ഞാൻ ലൂസർ ആകാനാണ് സാധ്യത. ഇവർ രണ്ടുപേരും 16 വീതം എഴുതിയിട്ടുണ്ട്. അപ്പോൾ 16 വേർഡ്സ് ഇപ്പം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ ഞാനും വിന്നർ ആകാൻ വേണമെങ്കിൽ. അപ്പം നമുക്ക് നോക്കാം. പിപ്പി എഴുതിയ വേർഡ്സ് ചെക്ക് ചെയ്യണം. ഞാൻ സ്പെല്ലിംഗ് പറയണം. ഇതെല്ലാം വീഡിയോ കാണിക്കണ്ട, ജസ്റ്റ് കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ എഴുതിയ വേർഡ്സ് ഞാൻ വായിച്ചു. അല്ല, ഞാനൊന്ന് പറയാം, നമുക്കിപ്പോ ചെക്ക് ചെയ്യാം കറക്റ്റ് ആണോ. നീ ഒന്ന് വായിച്ചിട്ട് ചെക്ക് ചെയ്യും. ഇത് പിപ്പിയുടെ ആണ്. പെർഫ്യൂം ആണ്. പെർഫ്യൂം റൈറ്റ് ആണ്. റൈറ്റ് ഇട്ടോളൂ. റൈറ്റ് നീ ഇട്ടോളൂ. റൈറ്റ് ആണ്. ക്ലോത്ത്സ് 5 letter more ഉണ്ട്. റൈറ്റ് ആണ്. വാച്ചസ് കറക്റ്റ് ആണ്. ലംബോർഗിനിയുടെ സ്പെല്ലിംഗ് ലെംബോ ഇവിടെയാണോ കൊടുത്തിരിക്കുന്നത്? ലംബോർഗിനി. ഇത് കറക്റ്റ് ആണോ സ്പെല്ലിംഗ്? ലംബോർഗിനിയുടെ സ്പെല്ലിംഗ് എനിക്കും അറിയാത്തതുകൊണ്ട് we need to check. അപ്പൊ ലംബോർഗിനി നമുക്കൊന്ന് സിരിയോട് ചോദിക്കാം. ഹേ സിരി, വാട്ട്സ് ദ സ്പെല്ലിംഗ് ഓഫ് ലംബോർഗിനി? ലംബോർ GH ആണ്. ഓക്കെ, ലംബോർഗിനിയുടെ LAMBORGHINI ആയിരുന്നു. ബേബിക്ക് H മിസ്റ്റേക്ക് ആയിട്ടുണ്ട്. It is wrong. One wrong. Plastics. Wow, wrong. Plastics correct ആണ്. PLASTICS. Pencils correct ആണ്. Markers correct ആണ്.
ഹൈലൈറ്റേഴ്സ് കറക്റ്റാണ്, നെയിൽ പോളിഷ് കറക്റ്റാണ്, റിമൂവർ കറക്റ്റാണ്, റൈറ്റിംഗ് പാഡ് കറക്റ്റാണ്, ലെറ്റേഴ്സ് കറക്റ്റാണ്. ഇതെന്താണ്? നെക്ലേസസ് കറക്റ്റാണ്, ബാത്റൂംസ് കറക്റ്റാണ്, കിച്ചൺ കറക്റ്റാണ്, ഫ്ലവർ ആണ്, ടോവൽസ്. ഇതെന്താണ് പിന്നെ? ഓക്കെ, നോ പ്രോബ്ലം. ടോവൽസ് കറക്റ്റാണ്. എല്ലാം പിപ്പിയുടെ ബാക്കി കറക്റ്റാണ്. ജസ്റ്റ് ഷോ ചെയ്തേക്കാം. കാണാമോ? കാണാമായിരിക്കും. കാണാമായിരിക്കും. ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ. അപ്പൊ ബേബിയുടെ കറക്റ്റാണ്. ബേബിയുടെ കറക്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ ഒപ്പോസിറ്റ്സ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്റെ ചെക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. മാനുഫാക്ചർ ആണ് എഴുതിയിരിക്കുന്നത്, ശരിയാണോ നോക്കാം. കറക്റ്റ് ആണ്. ഈ ആണോ? അതെന്റെ ഈ ആണ്. ഇത് ഈ ആണ്. ഇല്ല, ഈ ആകും ആകാണ്, ആറും ആണ്. ഇത് അത് നിങ്ങൾക്ക് എന്നെ അറിയാലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ ഈ ആണ്, എനിക്ക് അങ്ങനെ വരുള്ളൂ. എലിവേറ്റർ കറക്റ്റ് ആണോ? ഓക്കെ. എൻഹാൻസ്, എല്ലാത്തിനും ഡൗട്ട് വേണ്ട. എൻഹാൻസ് ആണ്. ഇത് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. ബേബി ഭയങ്കര എൻഹാൻസ് ആണ്. ആരോഗ്യന്റ്, ആരോഗ്യന്റ് സ്പെല്ലിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. അസസ്മെന്റ് നോക്ക്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇപ്പൊ എനിക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്നതാണ്. അസസ്മെന്റിന് 4 SS ഉണ്ട്. Hey Siri, tell me the spelling of assessment. Assessment. Correct. ഭയങ്കര ഡൗട്ട്. ENT. Go away. ഞാൻ ഇത്ര ടഫ് ആയിട്ടുള്ളത് മോളൊക്കെ വളരെ സില്ലിയാണ് എഴുതിയത്. ഭയങ്കര എനിക്ക് അങ്ങനെ ഒന്നും നോക്കിയില്ല കേട്ടോ. അസസ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ വാൾനട്ട് കറക്റ്റ് ആണോ? ഇനി അതിന് സംശയമുണ്ടോ? WALL ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ പറയാം അതുണ്ടെന്ന് പറയും. പീനട്ട് കറക്റ്റ് ആണോ? പീനട്ട് ഞാൻ അവിടെ ഷോ ചെയ്തോളാം, നിങ്ങൾക്ക് ഇത്ര സംശയമാണ്. പ്രോസസ് കറക്റ്റ് ആണോ? പ്രൊഫൈൽ കറക്റ്റ് ആണോ? പിക്ചർ കറക്റ്റ് ആണോ? ബെഡ് ടൈം കറക്റ്റ് ആണോ? മീനിങ് ഫുൾ കറക്റ്റ് ആണോ? സക്സസ്ഫുൾ കറക്റ്റ് ആണോ? CC ഉണ്ടോ? സക്സസ്ഫുളിന്റെ സ്പെല്ലിംഗ് എന്താ? SUCC ഉണ്ടോ? ഇല്ലല്ലോ. Hey Siri, can you please tell the spelling of successful? Oh God, എനിക്കറിയില്ല. CC ഉണ്ടോ? തെറ്റാണ്, കാരണം പൊട്ടത്തെറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. C മാത്രമേ എഴുതൂ. സക്സസ് ശരിയാണ്. ഇതൊക്കെ നമ്മൾ കോമൺ മിസ്റ്റേക്സിൽ വരുന്ന ഒരു സ്പെല്ലിംഗ് ആണ്. ഞാൻ ഭയങ്കര ടഫ് ആയിട്ടുള്ള വേർഡ്സ് ആയിട്ട് ചൂസ് ചെയ്തത്. സക്സസ്ഫുൾ ഒക്കെയാണ്. ഈസി ഓർ ടഫ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആണ്. അമ്മ മീനിങ് ഫുൾ ഒക്കെ പിക്ചറൈസ് ചെയ്യാതെ ബ്രെയിൻ ഉപയോഗിച്ചത്, ഞാൻ പിക്ചറൈസ് ചെയ്തത്. അത് ഓരോരുത്തരുടെ ഇതാണ്. കാരണം നമ്മളൊരു കോമ്പറ്റീഷൻ ആകുമ്പോൾ നമ്മൾ ട്രിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പം ടഫ് വേർഡ്സ് വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അപ്പം ഹസ്ബൻഡിന്റെ വേർഡ്. അപ്പൊ എനിക്ക് മാർക്ക്, അപ്പൊ നമ്മളുടെ മാർക്കാണ്. എന്റെ മാർക്ക് 16 ലെറ്റേഴ്സ് എഴുതി, ഒരെണ്ണം റോങ് ആയി, അപ്പോൾ 15. എന്റെ മാർക്ക് ഞാനിപ്പോ 13 എഴുതി, 12 റൈറ്റ് ആണ്. വെരി ഗുഡ് ഗേൾ ആണ് കേട്ടോ. എനിക്കും ഗുഡ് ഗേൾ ആണ്. സ്വന്തമായിട്ട് വായിക്കണം. വായിച്ചോ, എന്നിട്ട് യു ഷുഡ് ചെക്ക് ദി സ്പെല്ലിംഗ്. വീറൈൻ കറക്റ്റ് ആണ്. ചെയർ കറക്റ്റ് ആണ്. ടേബിൾ കറക്റ്റ് ആണ്. ടേബിളും ടേബിൾ ടോപ്പും അത് കറക്റ്റ് ആണ്. കുഷ്യന്റെ സ്പെല്ലിംഗ് അത് കറക്റ്റ് ആണോ? SIO എന്താണ്? കറക്റ്റ്. Oh my god, everything material related. Correct. വയേഴ്സിന്റെ സ്പെല്ലിംഗ് അതാണോ? വയറിന്റെ സ്പെല്ലിംഗ് ആണ്. WEIRS ആണോ? വയേഴ്സ് അപ്പൊ കറക്റ്റ് ആണ്. WIER. അയ്യോ, അതല്ല, തെറ്റാണ്. WIR വയർ.
WIRES. അപ്പൊ തെറ്റാണ്. അത് നോക്ക്. Hey Siri, tell me the spelling of wires. WIRE ആ വയറ്. വെയിൽസ് അല്ല Not വയർ. wires. Wires. I don't see any matching വയർ places. വയർ വയർലെസ്. Sorry about that. WIRE. WIRELES. അതല്ല. തെറ്റാണ്. WIRE. അപ്പൊ ഒരെണ്ണം തെറ്റ്. നെക്സ്റ്റ് ടീപ്പോയ് TAPOY. ടീപ്പോയുടെ സ്പെല്ലിംഗ് അങ്ങനെയല്ല. ചീപ്പോയാ? ടീപ്പോയ് അങ്ങനൊരു വാക്കുണ്ടോ? ഉണ്ട്. അതെന്തുവാ അത്? ആ കറക്റ്റ് ആണ്, ശരിയാണ്. ടീപ്പോയുടെ അതെന്തുവാ? അതെന്തുവാ? ടീപ്പോ 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 അതും കറക്റ്റ് ആണ്. Come on. COMEON. എന്താ പറഞ്ഞാ? Come on. That's a വാക്ക്. അങ്ങനെ ഒരു വാക്കില്ലേ? അങ്ങനൊരു വാക്കുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വാക്കുണ്ട്. കം ഓൺ അല്ല, കം ഓൺ ഒരു വാക്കാണ്. പക്ഷെ കം ഓൺ ഒരു വാക്കാണ്. ഒരു വാക്ക്. അത് ഒറ്റ വാക്കല്ലേ? Come on. ഞാൻ എനിക്കറിയാം. ഇത് വേണ്ട. അപ്പൊ കമോൺ അത് നമ്മൾ എന്റെ ഒരുമിച്ച് ഹസ്ബൻഡിനെ കൺഫ്യൂസ്ഡ് ആയതാണ്. അങ്ങനെ ഒരു വാക്കില്ല. അപ്പൊ അത് ഇല്ല, അങ്ങനെ ഒരു തെറ്റിട്ടു. അതെങ്ങനെ തെറ്റുന്നു? Come on വാക്കല്ലേ? ഇല്ല. അങ്ങനെ ഒരു വാക്കുണ്ട്. ആ. കം ഓൺ എന്നുണ്ട്. Come. യു സ്പെൽ ഇറ്റ്. Wait, നീ wait, എന്നാ wait. കാണിക്കാം. Come വിട്, വിട്, വിട്. on ഉണ്ട്. Come on ഇല്ല. കമോൺ എന്ന് പറയുന്നത് COMEON ആണ്. രണ്ട് വാക്കാണ്. ആ, ഇവിടെ രണ്ട് പുള്ളിക്കാരൻ വാക്കാണ്. എഴുതിയിരിക്കുന്നത് COME. ഇല്ല CO ഇല്ല. CMOON. CM അല്ല COM തന്നെ. COM അങ്ങനെ ഒരു വാക്ക് M പിന്നെ ഇല്ലേ എനിക്ക് കം? ആ, എന്റെ COMEON. ജീവിതത്തിൽ നിങ്ങൾ മിണ്ടാതിരിക്കേ. അതെങ്ങനെ COMEONs? COMEON എന്ന് പറഞ്ഞൊരു വാക്കില്ല. ഓക്കേ, leave it. Leave it. അത് ആ അപ്പൊ ഹസ്ബൻഡ് പിന്നെയും അപ്പൊ ഓക്കെ എന്നാ പിന്നെ ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ Full ഹസ്ബൻഡ് കലവല. തെറ്റെഴുതി എന്നിട്ട് വാശി പിടിക്കുവാണ്. കമോൺ എന്ന് പറഞ്ഞാൽ COME ഒരു ഹൈഫൺ ഓൺ അല്ല ഹൈഫൺ ഇല്ലാതെ സ്പേസ് ഇട്ട് ഓൺ എഴുതണം. ഒരു വേർഡാണ് പറയുന്നത്. ഡിഫറെന്റ് വേർഡ്സ്. ഇപ്പൊ ടീപ്പോയ് അല്ലല്ലോ ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് അല്ല. ആക്ച്വലി ഒരു വാക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പിൽ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല കേട്ടോ. ടേബിൾ ടോപ്പ് ഒരു സിംഗിൾ വാക്കാണ്. അതൊരു സിംഗിൾ ആയിട്ട് പോകുന്ന വാക്കാണ്. പക്ഷെ കമ്മും ഓണും സിംഗിൾ ആയിട്ട് ഒരിക്കലും പോകുന്ന പോകത്തില്ല. വാക്കല്ല. ഒരിക്കലും പോകത്തില്ല. പിന്നെ ടേബിൾ ടോപ്പും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വേർഡ് അല്ല. ആക്ച്വലി ഒരു വേർഡ് എഴുതുമ്പോൾ അങ്ങനെ നമുക്ക് എന്ത് വേണേലും അതിന്റെ കൂടെ പ്രിപ്പോസിഷൻ ചേർത്ത് ടോപ്പ് ബിഹൈൻഡ് എന്നൊക്കെ ചേർത്ത് എഴുതാം. ടേബിൾ ടോപ്പ് ഓക്കെ. ടേബിൾ ടോപ്പ് നമ്മളിപ്പോ ഈ ടേബിൾ ആ. അതിന്റെ ടോപ്പിൽ നമ്മൾ ടേബിൾ ടോപ്പ് വേറെന്താ പറയുന്നത്? അതുകൊണ്ട് okay. ഓക്കെ അതുകൊണ്ട് നോ മാത്രം പ്രോബ്ലം. okay. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ടേബിൾ ടോപ്പ് ഓക്കെ അല്ല. ഞാനൊരു വാക്കാണ് പറയുന്നത്. No. അപ്പൊ ഓക്കെ അത് ലിമിറ്റ് അതിന് കൊടുത്തിട്ടുണ്ട്. കമോണിന് ഒരിക്കലും തരാൻ പറ്റില്ല. അത്ര Okay. No need. അല്ല നോ നീഡ് എന്നല്ല അവിടെ പറയണ്ട. കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നോ തെറ്റാണ്. നീഡ് എന്ന് എന്താ No need പറയുന്നത്? അല്ല, തെറ്റാണ്. ഇപ്പൊ നിങ്ങൾ ഇത് എഴുതിയിരിക്കുന്ന കാണുമ്പോ Okay. നിങ്ങൾക്ക് He മനസ്സിലാവും. accepted. ആ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ ബിലീഫ്. Believe. ആ ബിലീഫ് BELIEF. Correct. ആണോ? ബിലീഫ് ബിലീഫ് കറക്റ്റ് ആണ്. ബിലീഫ് കറക്റ്റ്. പിന്നെ Believe. B. ആ തെറ്റാണ്. BEIEVE ആണ് എഴുതിയിരിക്കുന്നത്. തെറ്റാണ്. ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. തെറ്റാണ്. തെറ്റാണ്, ഒരുപാട് കള്ളത്തരം തെറ്റാണ്. കാണിക്കുന്നുണ്ട്. പക്ഷെ തെറ്റാണ്. Reject. അവിടെ നോക്കട്ടെ. REJEC ആണോ ഇത്? ആ. ആ സി തന്നെ. സോ അപ്പോൾ എൻ്റെത് ബേബിയോടെ കാണിക്കും. ഹസ്ബൻഡിന് എന്താ പറയാ കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഒരു എത്ര പറയാം 3 എവിടെ ഒന്ന് കാണിച്ചെന്ന് കാണിച്ചു. ഹസ്ബൻഡിന് തന്നെ മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്നു കൂടുതൽ മാർക്ക്. ഓക്കെ 1 അല്ല ഫൂളിഷ്. ഓക്കെ 1 2 3 4 5 മിസ്റ്റേക്ക് ആണ്. അപ്പോൾ 11 മാർക്സ് ആണ് ഹസ്ബൻഡിനുള്ളത്. 11 മാർക്സ് 11 out of 16 വേർഡ്സ് എഴുതി 11 റൈറ്റ് ആണ്. അപ്പോൾ എൻ്റെത് 12 മാർക്ക് 13 റൈറ്റ് ആണ്. ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് കാണിച്ചു. അപ്പഴേ കാണിക്കണ്ടെന്ന് ആ പറഞ്ഞു. ഹസ്ബൻഡിനെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. ഹാൻഡ് റൈറ്റിങ്ങിന്റെ പ്രോബ്ലം. ഓക്കെ ഇത് എൻ്റെ കൊണ്ട് കാണിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ അളിച്ചുവാരി എഴുതിയാൽ അതെ, എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനല്ല. ഹസ്ബൻഡിൻ്റെത് കാണിക്കണ്ട. പിന്നെ ടൈം മിസ്റ്റേക്ക് കൊണ്ടാണ് ഉള്ളതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെയല്ല കേട്ടോ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതൊക്കെയാണ്. പക്ഷെ ഞാൻ കാണിച്ചു ഇത്ര അൺക്ലീൻ ആണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ ഓക്കെ എത്രയും മതി. ഓക്കെ
അപ്പോൾ ഹസ്ബൻഡിന് 16 വേർഡ്സ് എഴുതിയായിരുന്നു, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. പിന്നെ എന്താ പറയുക, വാശി പിടിച്ചാൽ മാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക്. ഓക്കെ, 16ൽ 11, എനിക്ക് 13 വേർഡ്സ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ, 12 മാർക്ക്. ബേബിക്ക് 16 വേർഡ്സ് എഴുതി 15 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബേബി ഈസ് ദ വിന്നർ. വിന്നർ വിൽ ഗെറ്റ് 1 പിഞ്ച്. പിച്ചിക്കോളൂ. വിന്നറിനൊന്നും കിട്ടാൻ പോകുന്നില്ല, പക്ഷെ വിന്നർ ബേബിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കളികളൊക്കെ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് എന്താ ഇപ്പൊ തന്നെ കണ്ടില്ലേ, സക്സസ്ഫുള്ളിൻ്റെ സ്പെല്ലിങ് കണ്ടോ? ഇപ്പം നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോവും. SCC എന്ന് പറയുന്നതുണ്ട്, അത് എനിക്കറിയാം, പക്ഷെ നമുക്ക് ആ സമയത്ത് കിട്ടത്തില്ല. അറിയാമെങ്കിൽ പോലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരുവാണ്, കാരണം കൺഫ്യൂഷൻ ആവും. നമ്മളൊരു കോമ്പറ്റീഷൻ ആകുമ്പോൾ നമുക്ക് വേണ്ടി കൺഫ്യൂഷൻസ് തോന്നും. അപ്പോൾ ഇത്തരം ഈ എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ കാര്യമാണെങ്കിലും ഇതിൽ ഒരുപാട് അർത്ഥമുണ്ട്. അപ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിലിപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് പരസ്പരം ഇരുന്ന് കളിക്കാവുന്നതാണ്. പേരൻസിന് കൂടെ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു നല്ലൊരു ഗെയിമാണ്. സ്പെല്ലിംഗ് എന്താ പറയുക, ടൈമിനുള്ളിൽ ഇത്ര വേർഡ്സ്, ഇപ്പം 3 കുഞ്ഞു കുട്ടികളാണെങ്കിൽ 3 ലെറ്റർ വേർഡ്സ് മതി. വലിയവരാണ് 5 എബോ അല്ലെ 6 എബോ 7 എബോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മത്സരം കുറച്ച് കടുപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം നമ്മൾ ഏതാണ് നമ്മുടെ ലെവലെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ടൈം ഫിക്സ് ചെയ്യണം, പിന്നെ ലെറ്റേഴ്സ് ഫിക്സ് ചെയ്യണം അല്ലേ. അതുപോലെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നോളജ്ഫുൾ ആയിട്ടുള്ള ഒരു കളിയാണ്. ഇതൊരു എന്താ പറയുന്ന ഒരു ഫെയർ ഗെയിമാണ്, ഒരു ട്രൂ ഗെയിമാണ്. അതിലൂടെ നമുക്കൊരു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് അറിവ് കിട്ടുന്നുണ്ട്, പക്ഷെ അതുപോലെ തന്നെ നമ്മൾ മെൻ്റലി എൻ്റർടൈൻ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഈ ഒരു കളിയൊന്ന് ചെയ്ത് നോക്കണം. ആരാണ് വിന്നർ എന്ന് നോക്കണം. വിന്നർ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്പെല്ലിംഗ് തെറ്റിപ്പോകുന്നവരോ അല്ലെങ്കിൽ അറിവില്ലാത്തവരോ എങ്ങനെ പ്ലേ ചെയ്യണമെന്ന് അറിയാത്തവരോ അതൊന്നും ബാധകമല്ല. നമ്മൾ എഴുതുമ്പോഴത്തേക്ക് കുറച്ച് ഫെയർ ആയിട്ട് എഴുതണം. കുറച്ചെങ്കിലും കുറച്ച് ടൈപ്പ് വേർഡ്സ് എഴുതുന്നതാണ് എനിക്കിഷ്ടം കുറച്ചുകൂടെ. അപ്പോൾ അങ്ങനെ എഴുതാനാണെങ്കിൽ നമുക്ക് അല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു കോമ്പറ്റീഷൻ അത് ഗുഡ് എഫേർട്ട് ആയിരുന്നു. ലെംബോർഗിനി എഴുതിയെന്ന് നല്ല എഫേർട്ട് ആയിരുന്നു. അപ്പൊ ഇനി ഒരിക്കലും ബേബി അത് മറക്കത്തില്ല. ലെംബോർഗിനിക്ക് H കൂടെ ഉണ്ടെന്നുള്ളത് ബേബി ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഞാനിനി ഒരിക്കലും സക്സസ്ഫുൾ മറക്കാൻ പോകുന്നില്ല. ഹസ്ബൻഡ് കമോൺ എന്ന് പറയുന്നത് ഈ ഒരു പൊട്ട വേർഡ് അങ്ങനെ എഴുതി വെക്കത്തില്ല, ഈ ഒരു വേർഡിൽ അങ്ങനെ എഴുതി വെക്കത്തില്ല. അപ്പൊ അതൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറക്കത്തില്ല. നമ്മളൊരു തമാശയാണിത്, പക്ഷെ അത് നമ്മൾ ഇനി ഒരിക്കലും മറക്കത്തില്ല. അതുപോലെ നമ്മളിപ്പോൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ എപ്പോഴും കളിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വിന്നർ ആരാ? ബേബിയാണ് കേട്ടോ, ബേബിയാണ് റിയൽ വിന്നർ. അപ്പൊ വിന്നർ ബേബിയാണ്, റിയൽ ആയിട്ട് വിൻ ചെയ്തതാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഞാൻ പറഞ്ഞു ഒരു പിഞ്ചായിരുന്നു. വിന്നറിന് എന്താ പ്രൈസ് എന്നുള്ളത് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളതായിരുന്നു ട്വിസ്റ്റ്. വിന്നറിനുള്ളത് പിഞ്ചാണ്. ഓക്കെ, ഓ സോറി. അപ്പൊ ബേബിയാണ് വിന്നർ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ബൈ. ഞങ്ങൾ അടുത്ത ചാലഞ്ചുമായിട്ട് പിന്നെ വരുന്നതായിരിക്കും. ഇനി ഞാനും ബേബിയും കൂടെ ഉള്ള ഒരു കട്ട മത്സരമാണ്. അപ്പൊ നമ്മൾ ആ കിടിലൻ മത്സരത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.